ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഹെയർ ബാൻഡാണ് കേട്ടോ. ഇതിനു വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഇതൊക്കെയാണ്. 1/2 ഇഞ്ച് അളവിലുള്ള ഹെയർ ബാൻഡാണിത്. അപ്പോൾ നമ്മൾ മാച്ച് ചെയ്യുന്ന അതായത് നമ്മൾ ഈ ഒരു പേർപ്പിൾ കളർ ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന അതേ കളറിൽ വരുന്ന ഒരു സാറ്റിൻ റിബൺ കൂടി എടുത്തിട്ടുണ്ട്. ഈ റിബൺ നമുക്ക് ഈ ഹെയർ ബാൻഡിലേക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സെയിം കളർ വയ്ക്കുമ്പോൾ തന്നെ ഈ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സാറ്റിൻ റിബണ് വലിയ വിലയും കാര്യങ്ങളൊന്നുമില്ല, ഈ ബീഡ്സിനൊന്നും കാര്യമായിട്ടുള്ള വിലയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. മാത്രമല്ല ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും കേട്ടോ, ഞാൻ ഗ്യാരണ്ടി പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഗമ്മൊന്ന് വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ടൈറ്റിൽ ചുറ്റിയെടുക്കുക. നമുക്ക് ഒരു ഭാഗത്ത് ബൾജ് ചെയ്ത് നിൽക്കാത്ത തരത്തിൽ നീറ്റായിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതേപോലെ ചെയ്തെടുക്കാം. സാധാരണ നമുക്ക് കിട്ടുന്ന സാറ്റിൻ കവർ ചെയ്തിട്ടുള്ള ഹെയർ ബാൻഡ് ഇത്രയും വീതി ഉണ്ടാവില്ല, അത് 5 mm മറ്റും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ അളവ് വേണമെങ്കിൽ ഇതേ ഒരുക്കെ വീതി വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കവർ ചെയ്യേണ്ടി വരും. നമ്മൾ എൻഡ് ഭാഗത്ത് ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ എൻഡ് ടേപ്പ് ചെയ്ത് കൊണ്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അറ്റത്തുള്ള ഭാഗം ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ അതിനുശേഷം നമ്മളൊരു സൂചി നൂലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന നൂല് ഞാൻ നിങ്ങളോട് പറയാം, നല്ല നമ്മുടെ നൈലോൺ ടൈപ്പിലുള്ള നൂലാണ് കേട്ടോ. ആ ഒരു നൂല് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കണ്ടില്ലേ, ഈ ഒരു അളവിലാണ് നമ്മുടെ ബീഡ്സ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഈ ഒരു ഗ്ലാസ് ടൈപ്പിലുള്ള പേർപ്പിൾ കളർ ബീഡ്സ് എടുത്തിരിക്കുന്നത് 6 mm 4 mm സൈസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സൈസ് ബീഡ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ അളവിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് അറ്റത്ത് നല്ലതുപോലെ ഒന്ന് ടൈറ്റിൽ കെട്ടിട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മളിനി ഓരോ ബീഡ്സായിട്ട് കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു വലിയ ബീഡ്സ് ഉണ്ടല്ലോ, അത് 3 എണ്ണമാണ് നമുക്ക് ഈ ഒരു 1/2 ഇഞ്ച് അളവിൽ ഫില്ലായിട്ട് നിൽക്കാൻ തരത്തിൽ പാകമാവുന്നത്. നമ്മൾ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ കൂടുതൽ മാറിപ്പോയാൽ നമുക്കതിൻ്റെ ഒരു ഫിനിഷിങ് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, അതിന് ശേഷം നമ്മളിത് ആ ഒരു സൈഡിലേക്ക് സൂചി ഒന്ന് കുത്തി ഇറക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം നമ്മളിനി അടുത്ത ബീഡ്സ് കോർക്കാനായിട്ട് സൂചി ഒന്ന് കുത്തിയിറക്കണം. നമ്മൾ ഒരേ വരിയിൽ തന്നെ, അതായത് നമ്മൾ സൂചി കുത്തിയിറക്കാതെ നമ്മൾ കോർക്കുകയാണെങ്കിൽ നമുക്കത് ഇതേ ഒരു ഫിനിഷിങ്ങിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ നോക്കി ചെയ്യുക. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ 2-3 പ്രാവശ്യം ഒന്ന് ആവർത്തിച്ച് കണ്ടാൽ മതിയാവും കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ഒരു 4 mm ബീഡ്സാണ് കോർത്ത് കൊടുക്കുന്നത്. 4 mm ബീഡ്സ് 4 എണ്ണമാണ് നമുക്ക് ഒരു പ്രാവശ്യം ഇതിൽ വെച്ച് കൊടുക്കാനായിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ തിളക്കമുള്ള ബീഡ്സോ അല്ലെങ്കിൽ നമുക്ക് ക്രിസ്റ്റൽ ബീഡ്സ് കൊണ്ട് ചെയ്യാം. ക്രിസ്റ്റൽ ബീഡ്സിൽ ഇതേപോലെ മാച്ച് ചെയ്യുന്ന ചെറിയ ബീഡ്സുകൾ വെച്ചിട്ടും ഇതേപോലെയുള്ള വർക്കുകൾ ചെയ്യാം കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ലത് ടൈറ്റിൽ തുന്നി കൊടുക്കുക കേട്ടോ. നമ്മൾ ഇനി ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു വലിയ ബീഡ്സും പിന്നെ ചെറിയ ബീഡ്സും പിന്നെ നമ്മൾ വീണ്ടും വലിയ ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യുക. മാത്രമല്ല നമ്മൾ എടുത്തിരിക്കുന്ന നൂല് ഞാൻ ഒന്ന് പറയട്ടെ, ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന നൂലല്ല. നമുക്ക് നൈലോൺ നൂലുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നല്ല ബലമുള്ള ടൈപ്പാണ്. നമുക്ക് കടയിലൊക്കെ മാലയൊക്കെ കോർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് മാലയൊക്കെ കോർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് നൂലുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നല്ല ബലമുള്ള നൂലുകൾ ഉപയോഗിക്കുക കേട്ടോ. നമ്മളിനി ഓരോ പ്രാവശ്യം ഇതുപോലെ ചെയ്യണം. നമ്മൾ ഓരോ ബീഡ്സും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് സൈഡിലൂടെ ഒന്ന് വീണ്ടും കുത്തിയെടുത്തിട്ട് അടുത്ത ബീഡ്സ് കോർത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു സാറ്റിൻ കവർ ചെയ്യുന്ന സമയത്ത് മാച്ച് ചെയ്യുന്ന സാറ്റിൻ ഹെയർ ബാൻഡിന് മാച്ച് ചെയ്യുന്ന നമ്മൾ ഈ ഒരു ബീഡ്സിന് മാച്ച് ചെയ്യുന്ന സാറ്റിൻ റിബൺ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇടയിൽ ഈ ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ, ചില സമയത്ത് ചിലയിടത്തൊക്കെ സ്പേസ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു പെർഫെക്ഷനും വേണ്ടിയിട്ടാണ് മാച്ച് ചെയ്യുന്ന സാറ്റിൻ റിബൺ തന്നെ ഉപയോഗിക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ അത്യാവശ്യം ചെയ്ത് വന്നപ്പോഴത്തേക്കും ഈ ഒരു ലുക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതേപോലെ തന്നെ അറ്റം വരെ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ ഹെയർ ബാൻഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരു 2.5 ഇഞ്ചൊക്കെ വിടുക കേട്ടോ. നമുക്ക് ആ ചെവിയുടെ ഭാഗത്തൊക്കെ വെക്കുന്നതാണ്. നമ്മൾ വെറുതെ അത്രയൊന്നും വർക്ക് ചെയ്തിട്ട് വെറുതെ സമയം കളയണ്ട. അപ്പോൾ ഒരു 2.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3 ഇഞ്ചൊക്കെ
വിട്ടതിന് ശേഷം നിങ്ങൾ ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആവാറായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബാൻഡ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ബീഡ്സിന് കാര്യമായിട്ട് വിലയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഗിവ് അവയുടെ കാര്യം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വരുന്ന ദിവസങ്ങളിൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്താണ്, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.